ഹേ ഗായ്സ്, അപ്പോൾ സമയം 9:30 മണിയായി. ഞാൻ സ്കൂളിലൊന്നും പോകാത്ത ദിവസങ്ങളിൽ ഞാൻ 9 മണിക്കൊക്കെയാണ് എണീക്കുന്നത്. നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ. അതുകൊണ്ടിപ്പം 9:30 മണിയായി. നീ ഇപ്പം എണീക്കാൻ പോവുകയാണ്. അപ്പോൾ ഗെയ്സ്, പല്ലൊക്കെ തേച്ച് സെറ്റായി. ഇനി നേരെ അടുക്കളയിലോട്ട് പോകണം. അടുക്കളയിലോട്ട് പോയിട്ട് വേണം ഒരു കട്ടനൊക്കെ കുടിച്ച് സെറ്റാവാൻ. ഉറക്കത്തിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി. ഒത്തിരി നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. കാരണം ലോങ് വീഡിയോ ഇടുമ്പോൾ അങ്ങനെ അധികം വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഷോർട്സാണ് ഇടുന്നത്. അപ്പോൾ വിചാരിച്ചു ഷോർട്സ് ഇടാമെന്നും പറഞ്ഞ് ഇരുന്നതാണ്. പിന്നെ വിചാരിച്ചു, പിന്നെ ചേച്ചി അമ്മയൊക്കെ പറഞ്ഞ് ലോങ് വീഡിയോ ഇടും, കുറേ നാളായില്ലേ ഇട്ടിട്ട് ഇടാൻ പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ലോങ് വീഡിയോ ഇടാമെന്ന്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ വേറെ എന്തിനാണ്, ഇനി വൈകിട്ടാണ് കേക്ക് കട്ടിങ്. കേക്കൊക്കെ മൊത്തത്തിൽ ശോകമായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെയല്ല കേക്കിൻ്റെ. കൊച്ചു പിള്ളേർ, അംഗൻവാടി പിള്ളേരെ കേക്കട്ടല്ല അതേമാതിരി ആക്കി വെച്ചിരിക്കുകയാണ്. കുറേ വലിയ പൂക്കളൊക്കെ വരച്ച്. ഞാൻ ഞാൻ സൈഡിൽ കാണിക്കാൻ പിൻട്രസ്റ്റിൽ ഞാൻ ഒരു പിക്ക് ഉണ്ട്, അതാണ് ഞാൻ അയച്ചു കൊടുത്തത്. പക്ഷെ അതുമായിട്ട് അങ്ങനെ ഒരു ബന്ധം എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം കൊള്ളാം, നല്ലത് തന്നെ. കഴിച്ചപ്പോൾ അതിനപ്പം നമുക്ക് നേരെ അടുക്കളയായിട്ട് പോവാം. ഗായ്സ്, അമ്മ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഹലോ. അത് മുഖത്ത് നോക്കത്തില്ലേ? ഇല്ല. ഇവിടെ വെറുംചായ കുടിച്ച് ഇവിടെ ഇരിപ്പുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് വെറുംചായ കുടിക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് വെറുംചായ കുടിക്കാം. ഇവിടെ ഒരുത്തി വെറുംചായൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് പറയാനുള്ളത്? പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല പറയാൻ. ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഞാൻ ഒന്നും മേടിച്ചില്ല. എല്ലാ വട്ടവും ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ വൈകിട്ടാകുമ്പോൾ ഗിഫ്റ്റൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്തിനാണ് ഈ വട്ടത് ഗിഫ്റ്റ്? നീ എക്സ്പെക്ട് ചെയ്യും, അപ്പം ഞാൻ ഒന്നും തരാതിരിക്കും. അതാണ് ഇത്തവണത്തെ ഗിഫ്റ്റ്. ഓ, നമുക്ക് നോക്കാം ഗൈസ്. വൈകിട്ട് ഇവിടെ ഈ ഡയലോഗ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു വെച്ചാൽ വൈകിട്ട് ഞാൻ പറയാം. വൈകിട്ട് ഇവിടെ ഗിഫ്റ്റ് തരുവാണെങ്കിൽ നീ ആരാണ്? നിന്റെ ഇവിടെ പേര് നമുക്ക് പട്ടിക്കിടാം. പറഞ്ഞ വാക്ക് വലിക്കാത്ത സ്ഥലം. കഴിച്ചാ? ഞാൻ കഴിച്ചില്ല, കഴിക്കണം. വേറെ ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഞാൻ വന്നപ്പോൾ ഇവിടെ ഇതും തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കാപ്പി കുടിക്കാതെ. ലവിൻ്റെ ബിസ്ക്കറ്റ് ഞാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് പക്ഷേ ഇതല്ല ഇഷ്ടം. എനിക്ക് ABCD ബിസ്ക്കറ്റ് ഇല്ലേ, അതായിരുന്നു ഇഷ്ടം. പക്ഷെ ഇവിടെ ഇതാണ് മേടിച്ചത്. നമുക്ക് ഇത് തിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഗൈസ്, നമുക്ക് രാവിലെ തമിഴ്നാട് സ്പെഷ്യൽ എന്തോ ബിരിയാണി ആണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. ഗൈസ്, അപ്പോൾ എന്താണ് ഇവിടെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഇവളിവിടെ ചുമ്മാ ചൊറിയും കുത്തിയോടെ കണ്ട ഒരു ഉപകാരമില്ല. ഇവിടെ കിടക്കുകയാണ്, ഇവിടെ കിടപ്പുണ്ട്. ഞാൻ കാണിക്കുന്നില്ല. ഇനി അപ്പോൾ നാളെ എക്സാം തുടങ്ങിയാണ്, മലയാളമാണ്. അപ്പോൾ എന്തെങ്കിലും പോയി പഠിക്കട്ടെ ഗൈസ്. ഇങ്ങനെ നമ്മളിവിടെ ഇരുന്ന ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് പോകും, നമ്മൾ തന്നെ ഇരുന്ന് കരയേണ്ടി വരും. അപ്പം എന്തായാലും നമുക്ക് പോയി പഠിക്കാം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, മൊത്തത്തിൽ ഒരു ശോകം തന്നെ. പിന്നെ ഇൻസ്റ്റയിലൊക്കെ കുറേ മെൻഷനൊക്കെ വന്ന് അതൊക്കെ എടുത്തിട്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ നെയ്ബറും കൂടിയാണ്, അപ്പുറത്താണ് എൻ്റെ വീട്. അവൻ ഒരു 8ൻ്റെ പണിയല്ലേ. അവൻ അന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്താലും ഞാനും കൂടെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഫോട്ടോ കണ്ട എൻ്റെ അമ്മ ഞാൻ ഇടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി പഠിക്കാം. ഞാൻ പുതിയ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, അതിനാൽ വ്ളോഗൊന്നും റെഡിയായില്ല. ഈ വ്ളോഗ് എടുക്കുന്ന അന്നുവിന്റെ ബർത്ത്ഡേ ആണെന്ന്, അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കുക. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയേണ്ടതാണ്. അപ്പം നമ്മൾ പഠിക്കാൻ പോവാണ്. എല്ലാമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മൂഡ് വരുന്നില്ല, നല്ല പ്രശ്നം. ഞാൻ എപ്പോഴും ഇങ്ങനെ മടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ
മലയാളമാണ് പഠിക്കാൻ പോണത്. ഇവിടെ 2-3 എണ്ണമൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി സെറ്റാക്കണം. അപ്പോൾ ഇനി ഞാൻ ഇവിടെ മൊബൈലും കൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടൊക്കെ വരാം. ഗായ്സ്, അപ്പോൾ നമ്മൾ കേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിസാഹസികമായാണ് കേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൊണ്ടുവരാൻ പെട്ട പാട് സ്കൂട്ടിയിൽ ഒരു കൈ കഴച്ചൊടിഞ്ഞെൻ്റെ. ഇനിയിപ്പോൾ ഇതെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കാം. കുറച്ചൊക്കെ കഴിഞ്ഞ് മുറിക്കത്തുള്ളൂ. ഇപ്പോൾ സമയം 6 മണിയായി. 7 മണി 6:30 ആകുമ്പോൾ മുറിക്കുമായിരിക്കും. ഗായ്സ്, അപ്പോൾ നമ്മൾ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് മുറിക്കാൻ പോവുകയാണ്. കേക്ക് കണ്ടാലോ? ഇതാണ് കേട്ടോ കേക്ക്. ഗൈസ്, അപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലായിരുന്നു. നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കേക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഗായ്സ്, അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ ഒന്നാമത് എൻ്റെ ഒരു സ്പേസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ വേറൊന്നുമില്ല, നല്ലൊരു ഡേ ആയിരുന്നു. പിന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കാണിച്ചു തരാം. ഇതെൻ്റെ ചേച്ചി കുറേ നാളായിട്ട് കാർട്ടിലിട്ടിരുന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പം അവളെനിക്ക് മേടിച്ചു തന്നു. പിന്നെ ഞാൻ ഈ ഇട്ടേക്കുന്ന ഉടുപ്പ് എനിക്ക് അച്ഛൻ മേടിച്ചു തന്ന ഉടുപ്പാണ്. പിന്നെ എനിക്ക് വിഷ്ണു ചേട്ടൻ മേടിച്ചു തന്ന 2 ടോപ്പുണ്ട്, അത് അകത്തിരിക്കുകയാണ്. അതും പിന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് അച്ചു എനിക്ക് 2 കിൻഡർ ജോയ് ഒക്കെ മേടിച്ചുകൊണ്ട് തന്നായിരുന്നു. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.